നമ്മൾ ഈ പുതിയ സ്പോർട്സ് നിയമം പാസ്സാക്കിയത് തന്നെ സ്പോർട്സ് രംഗത്തുള്ള വളരെ സജീവരായിട്ടുള്ള ആളുകൾ, ലോകം അംഗീകരിക്കുന്ന ആളുകൾ, അവരുടെ സേവനം നമ്മളുടെ സ്പോർട്സ് കൗൺസിലിനും സംസ്ഥാനത്തിനും ലഭിക്കണം എന്നുള്ളതുകൊണ്ടാണ്. സ്പോർട്സ് കൗൺസിൽ സാധാരണഗതിയിൽ സ്പോർട്സുമായി കാര്യമായി ബന്ധമില്ലാത്തവർക്കും വരുന്നുള്ള സാധ്യതകളുണ്ടായിട്ടുണ്ട്. അതുണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഈ രംഗത്തെ ഏറ്റവും പ്രശസ്തരായ ആളുകൾക്ക് അംഗീകാരം കിട്ടുന്നതിന് വേണ്ടി ഈ നിയമത്തിൽ അതിനു വേണ്ടിയുള്ള പ്രത്യേകമായ ചില ക്ലോസുകൾ നമ്മൾ വെച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്തർദേശീയ അംഗീകാരമുള്ള അഞ്ജു ബോബി ജോർജ് പ്രസിഡൻ്റായി. അതോടൊപ്പം തന്നെ ശ്രീജേഷ് ഈ കമ്മിറ്റിയിലുണ്ട്. അവിടെ പ്രീജ ശ്രീധരൻ ഈ കമ്മിറ്റിയിലുണ്ട്. കഴിഞ്ഞ ദേശീയ ഗെയിംസിൽ കേരള ടീമിൻ്റെ ക്യാപ്റ്റനായിരുന്നു പ്രീജ ശ്രീധരൻ. അത് ടോം ജോസ് ഈ കമ്മിറ്റിയിലുണ്ട്. ശ്രീ സണ്ണി തോമസ് ഈ കമ്മിറ്റിയിലുണ്ട്. കേരളത്തിലെ അറിയപ്പെടുന്ന ഏറ്റവും പ്രശസ്തരായിട്ടുള്ള ആളുകളെ വെച്ചാണ് നമ്മൾ ഈ കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. എന്തടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇവരെ വിമർശിച്ചതെന്ന് എനിക്കറിയില്ല. കേരളത്തിലെ സ്പോർട്സുകാരെല്ലാം ഒരു കൊടി പിടിച്ച് നടക്കണം എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. അവർ ഇൻഡിപെൻഡൻ്റായിട്ട് പോകും. അവരുടെ രംഗത്ത് പ്രശസ്തി കേരളത്തിന് സ്വാഭാവികമായിട്ടും ഗുണകരമായിട്ട് വരും. അതാണ് കേരളത്തിൻ്റെ അഭിമാനം. ആ കേരളത്തിൻ്റെ അഭിമാനം ഉയർത്തിപ്പിടിക്കുന്ന കാര്യത്തിൽ സ്പോർട്സ് വകുപ്പ് മന്ത്രി മുൻപന്തിയിൽ നിൽക്കേണ്ട ആളാണ്. അതിൽ ചില ആളുകളെ വിളിച്ച് ഇന്നലെ വളരെ മോശകരമായ രൂപത്തിൽ പരാമർശനം അദ്ദേഹം നടത്തിയെന്ന് കേട്ടതിൽ സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി. ഇന്നലെ തന്നെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നതോ? ഇന്നലെ അഞ്ജു ബോബി ജോർജ് തന്നെ എന്നോട് നേരിട്ട് വിളിച്ച് പറഞ്ഞിരുന്നു ഉണ്ടായ ദുരനുഭവത്തെക്കുറിച്ച്. ഞാൻ അവരോട് സത്യം പറഞ്ഞാൽ എൻ്റേതായ രൂപത്തിലുള്ള ഞാൻ അവരെ സമാധാനിപ്പിക്കാനുള്ള വാക്കുകൾ പറഞ്ഞു. പക്ഷേ ഒരിക്കലും സ്പോർട്സ് വകുപ്പിൻ്റെ ചാർജുള്ളൊരു മന്ത്രി അത് ചെയ്യരുതായിരുന്നു എന്ന് തന്നെയാണ്. ഈ വകുപ്പിൽ ഈ കായിക മേഖലയുമായി ബന്ധപ്പെട്ട അപ്പാടെ അഴിമതി എന്നാണ് ഇ.പി. ജയരാജൻ അഞ്ജു ബോബി ജോർജിനോട് പറഞ്ഞത്. അതുണ്ടെങ്കിൽ അദ്ദേഹം സർക്കാരിലേക്കല്ല വിരലിച്ചുകൊണ്ടുവന്നത്. അല്ല, അതുണ്ടെങ്കിൽ അദ്ദേഹത്തിന് തന്നെ അന്വേഷിക്കാമല്ലോ. അവിടെ അഴിമതി ആക്ഷേപങ്ങൾ ചിലത് വന്നു നിൽക്കുന്ന വേറെ ഇതുണ്ട്. എനിക്കത് അറിയാവുന്ന കാര്യങ്ങളാണ്. അത് അദ്ദേഹത്തിന് ഡിസ്കസ് ചെയ്യണം. ഞാൻ പറഞ്ഞു കൊടുക്കാം ഏതൊക്കെ രംഗത്ത് ഏതൊക്കെ മേഖലയിലാണെന്നുള്ളത്. ഞാനൊരു പരസ്യമായ വിവാദത്തിനില്ല. അദ്ദേഹത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളും വിവരങ്ങളും കൊടുക്കാൻ ഞങ്ങളും തയ്യാറാണ്. അതിനെക്കുറിച്ചൊക്കെ അദ്ദേഹം അന്വേഷിക്കട്ടെ. അന്വേഷിച്ച് അദ്ദേഹം സത്യം പുറത്തു കൊണ്ടുവരട്ടെ. അതിന് പകരം ലോകത്തെ ഏറ്റവും പ്രശസ്തരായിട്ടുള്ള ഇന്ത്യൻ താരങ്ങൾ അവരെ വിളിച്ച് ക്യാബിനിൽ വിളിച്ച് മോശമായി അവരുടെ പെരുമാറുക എന്നുള്ളത് കേരള സംസ്കാരത്തിന് പോലും ചേർന്നതല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഞാൻ അദ്ദേഹത്തിൻ്റെ ഔചിത്യക്കുറവിനെക്കുറിച്ചൊക്കെ ഒരു നടപടിയെടുക്കേണ്ടത്. ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നത്, അദ്ദേഹം ഒരു അഡ്മിനിസ്ട്രേറ്റർ എന്നുള്ളതല്ലെങ്കിൽ അദ്ദേഹത്തിന് നോക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അദ്ദേഹം ഇപ്പോൾ ഫീൽഡിൽ പോയി ഒരു കായിക മന്ത്രി ഓടണം എന്ന് പറഞ്ഞാൽ നടക്കുമോ? അതേസമയം ഓട്ടക്കാരായിട്ടുള്ള ആളുകളെ പ്രോത്സാഹിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിയും.